ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ നോമ്പ് 9ാമത്തെ ദിവസമെത്തി. നല്ല അടിപൊളി ചൂടൊക്കെ ആയിട്ട് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും വെയിലും ഒക്കെയാണ്. ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അതാ മോളെ വിളിക്കാനായിട്ട് റൈഹ്മോൻ സ്കൂളിൽ പോയായിരുന്നു. മോളെ 2:30 ആയപ്പോൾ വിടും. അപ്പോൾ മോളെയും വിളിച്ചോണ്ട് അവൻ വന്നിട്ടുണ്ട്. ഇന്ന് നോമ്പുണ്ടോ? എന്തൊരു നോമ്പ്? എന്തൊരു നോമ്പ്? ആർക്കാ ചട്ടി നോമ്പ്? ഞങ്ങൾക്കൊക്കെ എന്തൊരു നോമ്പ്? ചട്ടി നോമ്പാണെങ്കിൽ എങ്ങനെ ചട്ടി നോമ്പിന്റെ ഒരു രീതി സിസ്റ്റം ഒക്കെ എങ്ങനെയാ? ചട്ടി നോമ്പാകുമ്പോൾ വല്ലതൊക്കെ കഴിക്കാവോ? ചട്ടി നോമ്പാണെങ്കിൽ കഴിക്കാവോ? എപ്പോഴും കഴിക്കാവോ? ഇടയ്ക്കിടയ്ക്കോ? ഇടയ്ക്കിടയ്ക്ക്. സാധാ നോമ്പാണെങ്കിൽ എന്തോ കഴിക്കാവോ? കഴിച്ചൂടെ? അപ്പൊ ചട്ടി നോമ്പാ നല്ലതല്ലേ? അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ നല്ലതുപോലെ വേവിച്ചെടുത്ത് വെച്ച സോയ നല്ല പിഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ്സ് ആണ്. ഈ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഷ്ണമായിട്ട് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇത്ര ഇട്ടതിന് ശേഷം ഞാൻ ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഇതിലേക്ക് ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ മാഗി ക്യൂബ്സ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഇതേപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത്, രണ്ടാമത്തെ ചെയ്തപ്പം വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്യാതെ ഡയറക്റ്റ് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു. കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കട്ട്ലറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ജ്യൂസ് അടിക്കാനായിട്ട് സപ്പോട്ടയുടെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി പൾപ്പ് മാത്രമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കുറേ സപ്പോട്ട ബർത്ത്ഡേക്ക് അന്ന് ഞങ്ങൾ പോയിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് കുറേ സപ്പോട്ട കിട്ടിയായിരുന്നു. പിന്നെ സപ്പോട്ടയുടെ കൂടെ പഴം കൂടെ ഇട്ട് അടിക്കാൻ വേണ്ടി പഴം കുറേ പഴുത്ത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ, നല്ല സപ്പോട്ട നല്ല പഴുത്തതായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ല കട്ടിയായിട്ടാണ് കിട്ടിയത്. പിന്നെ ഒരു പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ.
ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നമസ്കരിച്ച് പാത്രം കഴുകുന്ന ഡ്യൂട്ടിയാണ് ഏറ്റവും വലിയ ജോലി. അതാണ് കേട്ടോ. പാചകം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും പാത്രം കഴുകാൻ. അപ്പോൾ ഇന്ന് എൻ്റെ റൈഹുമോനാണ് പാത്രമൊക്കെ ഇന്ന് കഴുകി തന്നത്. പിന്നെ എഗ് മന്തി തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചെറിയ പാക്കറ്റ് മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരിയുടെ മുളക് പൊടിയാണ്. അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് 4 മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമ്മുടെ ഈ മുട്ട എടുത്ത് മാറ്റണം. മുട്ട എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാ അരി കിട്ടാത്തതുകൊണ്ട് ഇത് കൈമ റൈസാണ്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി നമ്മുടെ മന്തി റൈസ് കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ എഗ് മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.